അപ്പോ ആദ്യത്തെ ദിവസത്തെ കല്യാണം കൂടാൻ ഞാൻ വന്നിരിക്കുന്നത് വെങ്ങാനൂരുള്ള ശ്രീ നീലകേശ്വരി ഓഡിറ്റോറിയത്തിലാണ്. പയ്യനും പെണ്ണും കല്യാണത്തിന്റെ തിരക്കിലാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. എല്ലാ കല്യാണത്തിനും ഉള്ളതുപോലെയും ഈ കല്യാണത്തിനും ആവശ്യത്തിലധികം തിരക്കുണ്ട്. അവസാനം എനിക്കും കിട്ടി ഒരു സീറ്റും ഒരു ഇലയും. ഇന്നത്തെ കല്യാണത്തിന് നമ്മൾ സദ്യയാണ് കഴിക്കുന്നത് കേട്ടോ. സദ്യയിൽ വിളമ്പിയ ഐറ്റങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല. എങ്ങനെ പോയാലും ഒരു 34 ഐറ്റം എന്തോ ഉണ്ട്. ചോറിട്ടു, പരിപ്പിട്ടു, നെയ്യ് ഒഴിച്ചു, എല്ലാത്തിൽ നിന്നും കുറച്ച് വീതം എടുത്ത് ഞാൻ കഴിച്ചു തുടങ്ങി. അടുത്ത ചോറിൻ്റെ വരവിനായി ഞാൻ കാത്തിരുന്നു. അങ്ങനെ അടുത്ത ചോറും എത്തി, സാമ്പാറും വന്നു. പിന്നെ അതിനുശേഷം പായസം വന്നു. പായസം നമ്മൾ ആദ്യത്തെ പായസം അടപ്പായസമാണ്. അപ്പോൾ അടപ്പായസം കഴിക്കുന്നത് അതിൻ്റെ ഒരു രസകദളി പഴമുണ്ട്. രസകദളി പഴത്തിൻ്റെ കഷ്ണം എടുക്കുക, അതിനെ നന്നായിട്ട് ഉടയ്ക്കുക, പായസമായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് കടലപ്പായസം കുടിച്ചു കഴിഞ്ഞതും അടുത്തെത്തിയത് ബോളിയാണ്. ബോളിയുടെ കഴിക്കാൻ വെള്ളപ്പായസം, ഇതിനെ പ്രഥമനെന്നും ഇവിടെ അറിയപ്പെടും. അങ്ങനെ ബോളിയും പ്രഥമനും കൂടെ കഴിച്ചു. അതും കൂടെ കഴിച്ചപ്പോൾ പിന്നെ എണീക്കാൻ വയ്യാത്ത അവസ്ഥ, അത്രയ്ക്കും ടേസ്റ്റ്. അങ്ങനെ ബോളിയും ഈ പായസത്തോടെ കഴിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും ചോറ് വന്നു. കഴിക്കേണ്ട സ്ഥലമില്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇരുന്ന കുറച്ച് ചോറിൽ ഈ പുളിശ്ശേരി വെച്ചു. അവസാനത്തെ രസവും സംഭാരവും വന്നു കഴിഞ്ഞു. ഇനി ആ ഇലയെ ഞാൻ അങ്ങ് പയ്യെ മടക്കി. സത്യം പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞിട്ട് എണീക്കാൻ പോലും വയ്യ. പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പയ്യെ എണീച്ചു. ആഹാരം കഴിച്ച് കഴിഞ്ഞു, കയ്യും കഴുകി നേരെ സ്ഥലം വിട്ടു. അപ്പോൾ ഇനി അടുത്തൊരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ ഗായ്സ്.